അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട നടപടിക്ക് തുടക്കമായി. വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. രാമന്തളി വടക്കുംപാട് സ്കൂട്ടർ അഗ്നിക്കിരയാക്കി അജ്ഞാതർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവച്ച് നശിപ്പിച്ചത് വടക്കുംപാട് ഷാദുലി മസ്ജിദിന് സമീപത്തെ ടാക്സി ഡ്രൈവറായ UC മുഹമ്മദ് റഫീഖിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ. പ്രമുഖ സിനിമാ സീരിയൽ നാടക നടനും സംവിധായകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റിലെ VP രാമചന്ദ്രൻ നിര്യാതനായി. വിട പറഞ്ഞത് 30 വർഷത്തോളം കലാലോകത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വം. കടലിൽ മത്സ്യം പിടിക്കുന്നതിനിടെ പായലിൽ കുടുങ്ങി യന്ത്രത്തകരാർ സംഭവിച്ച് നിയന്ത്രണം വിട്ട ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി തകർന്നു. തൊഴിലാളികൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം നീലേശ്വരം തൈക്കടപ്പുറത്ത്. വാർത്തകൾ വിശദമായി. പഴയങ്ങാടി പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട നടപടിക്ക് തുടക്കമായി. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ അവലോകന യോഗവും ചേർന്നു. റെയിൽവേ അണ്ടർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ 8.30 ലക്ഷം രൂപ റെയിൽവേക്ക് സെന്റേജ് ചാർജായി അനുവദിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി MLAയുടെ നേതൃത്വത്തിൽ റെയിൽവേയുടെയും പൊതുമരാമത്തിന്റെയും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുകയും അവലോകന യോഗം ചേർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു. നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്താണ് പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത്. 6 മീറ്റർ വീതിയുണ്ടാകും. അടിപ്പാത പൂർത്തിയായാൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും. പുതിയ അടിപ്പാതയിലുണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്ക്, പുഴയിലേക്ക് ഔചാൽ നിർമ്മാണം, അപ്രോച്ച് റോഡിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ, നിലവിലുള്ള റോഡ് അറ്റകുറ്റപ്പണി എന്നിവ ഉൾപ്പെടെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഗതാഗതക്കുരുക്ക് നേരിടുന്ന അടിപ്പാതയ്ക്ക് വീതി കൂട്ടണമെന്നത് കഴിഞ്ഞ 25 വർഷക്കാലമായി പഴയങ്ങാടി ജനതയുടെ പ്രധാന ആവശ്യമാണ്. ജനങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ച് അടിപ്പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ MLA അറിയിച്ചു. MLAയോടൊപ്പം സദേൺ റെയിൽവേ വർക്ക്സ് എഞ്ചിനീയർ പ്രവീൺ P, കെ റെയിൽ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാംകിഷോർ P, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ് K, CPIM ഏരിയ കമ്മിറ്റി അംഗം P ജനാർദ്ദനൻ എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്. രാമന്തളി വടക്കുംപാട് സ്കൂട്ടർ അജ്ഞാതർ അഗ്നിക്കിരയാക്കി. വടക്കുംപാട് ഷാദുലി മസ്ജിദിന് സമീപത്തെ ടാക്സി ഡ്രൈവറായ UC മുഹമ്മദ് റഫീഖിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവച്ച് നശിപ്പിച്ചത്. രാമന്തളി വടക്കുംപാട് ഷാദുലി മസ്ജിദിന് സമീപത്തെ UC മുഹമ്മദ് റഫീഖിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഹോണ്ട ഡിയോ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതർ അഗ്നിക്കിരയാക്കിയത്. ടാക്സി ഡ്രൈവറായ മുഹമ്മദ് റഫീഖ് കഴിഞ്ഞ രാത്രി ജോലിയുടെ ഭാഗമായി എറണാകുളത്തായിരുന്നു. റഫീഖിന്റെ ഭാര്യയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. രാവിലെ മുറ്റത്ത് സ്കൂട്ടർ കത്തിയ നിലയിൽ വീട്ടുകാർ കാണുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. റഫീഖിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നീലേശ്വരം തൈക്കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. തൊഴിലാളികൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി തകരുകയായിരുന്നു.
രണ്ടാൾ മരിച്ചിട്ടുണ്ട്. കിട്ടി. നീലേശ്വരം തൈക്കടപ്പുറത്ത് മത്സ്യബന്ധനത്തിനിടെയാണ് ബോട്ട് തകർന്നത്. കരയോട് ചേർന്ന് മത്സ്യം പിടിക്കുന്നതിനിടെ പായലിൽ കുരുങ്ങി ബോട്ടിന് യന്ത്രത്തകരാർ സംഭവിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം നഷ്ടമായ ബോട്ട് ശക്തമായ തിരയിൽപ്പെട്ട് കരയിലേക്ക് ഇടിച്ചു കയറി തകർന്നു. ശക്തമായ കാറ്റും അപകടത്തിന് കാരണമായി. തീരത്തോട് ബോട്ട് അടുപ്പിക്കാൻ തൊഴിലാളികൾ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. അപകടത്തിൽ ബോട്ടിലുണ്ടായിരുന്ന 4 തൊഴിലാളികൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നീലേശ്വരം പുറത്തേക്കൈ സ്വദേശി ഉമേശന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഏതാണ്ട് 11 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബോട്ടുടമ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ 44ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 6-7 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ 44ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 6-7 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. തെക്കേ ബസാറിലെ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ സംഘാടക സമിതി ഓഫീസ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനമാണ് ഖാദി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സ്ഥാപനം നിലനിർത്തി പോകേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ TI മധുസൂദനൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ V ഷിബു, P സന്തോഷ്, TV വിനോദ് കുമാർ, KK കൃഷ്ണൻ, VK നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കലാക്കിയ യുവാവിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം കാലടി പൂവപ്പടിയിലെ NS ജബ്ബാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കലാക്കിയ എറണാകുളം കാലടി പൂവപ്പടിയിലെ NS ജബ്ബാറിനെയാണ് പരിയാരം ഇൻസ്പെക്ടർ MP വിനീത് കുമാറിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച പുലർച്ചെ കാലടിയിൽ വെച്ച് പിടികൂടിയത്. ചെറുവിച്ചേരിയിലെ പുതിയ വീട്ടിൽ സന്തോഷിന്റെ 17 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊഫസർ റോബർട്ട് പ്രോഫിറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ആളുകളെ ചേർത്ത് വൻ തുകയുടെ ഡിസ്കൗണ്ടോടെ വിവിധ കമ്പനികളുടെ ഷെയർ കൈമാറാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. കഴിഞ്ഞ മെയ് 23-നും ജൂൺ 14-നും ഇടയിലാണ് സന്തോഷ് കുമാറിന്റെ പണം ഈ രീതിയിൽ ഇയാൾ തട്ടിയെടുത്തത്. ദിവ്യ, ലോകേഷ് പട്ടേൽ എന്നിങ്ങനെയുള്ള പേരുകളിൽ നിരന്തരം ഇടപെടലുണ്ടാക്കി സ്വാധീനിച്ചാണ് ഷെയർ ട്രേഡിംഗിന് പ്രേരിപ്പിച്ചതെന്നും സന്തോഷ് കുമാർ പരിയാരം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഫെഡറൽ ബാങ്കിന്റെ കാലടി ശാഖയിൽ ജബ്ബാർ തുടങ്ങിയ കറണ്ട് അക്കൗണ്ടിലേക്കാണ് പണം എത്തിയിരുന്നത്. വ്യാജ സിം ഉപയോഗിച്ച് ഇടപാടുകാരെ ബന്ധപ്പെടുകയും ചെയ്യും ജബ്ബാർ. ഇയാളെ പരിയാരത്തെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. ASI സെയ്ദ്, സീനിയർ CPOമാരായ അഷ്റഫ്, നൌഫൽ അഞ്ചിലത്ത്, CPO സൗമ്യ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രമുഖ സിനിമാ സീരിയൽ നാടക നടനും സംവിധായകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റിലെ VP രാമചന്ദ്രൻ നിര്യാതനായി. 30 വർഷത്തോളം കലാലോകത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു VP രാമചന്ദ്രന്റേത്. പ്രമുഖ സിനിമ സീരിയൽ നാടക നടനും സംവിധായകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അമേരിക്കൻ കോൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്ന പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റിലെ VP രാമചന്ദ്രൻ നിര്യാതനായി. നിരവധി സിനിമകളിൽ ഇദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. അടുത്ത കാലം വരെ സീരിയലുകളിലും നാടകത്തിലും സജീവമായിരുന്നു. കിളിപ്പാട്ട്, അപ്പു, അയ്യർ ദ ഗ്രേറ്റ്, പോലീസ് ഓഫീസർ, കഥാനായിക, ഷെവിലിയർ, സദയം, യുവതുർക്കി, ദി റിപ്പോർട്ടർ, കണ്ടെത്തൽ, അതിജീവനം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭാര്യ വത്സ രാമചന്ദ്രൻ. ദീപ, ദിവ്യ എന്നിവരാണ് മക്കൾ. പത്മഭൂഷൺ VP ധനഞ്ജയൻ, VP മനോമോഹനൻ, VP വസുമതി, പരേതരായ വേണുഗോപാലൻ മാസ്റ്റർ, രാജലക്ഷ്മി, മാധവിക്കുട്ടി, പുഷ്പവേണി എന്നിവരാണ് സഹോദരങ്ങൾ. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് സ്മൃതിയിൽ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനായനം ഗ്രന്ഥശാലാതല ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു.
കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയം വായനായനം ഗ്രന്ഥശാലാതല ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് നിർവഹിച്ചു. എത്രമാത്രം കുട്ടികളാണ്, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളാണ് ഈ 50ഉം 70ഉം പുസ്തകമൊക്കെ വായിച്ചിട്ട് അതിന്റെ കൃത്യമായ നോട്ട്സ് തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു അത്ഭുതമാണ്. ഞാൻ അതുകൊണ്ടാണ് വെറുതെ പറയുന്നതല്ല, വായനയുടെ ഒരു വസന്തകാലം പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമുക്ക് അറിയാം, ഇവിടെ പ്രായമുള്ള ആളുകളുമുണ്ട്. പഴയ കാലത്ത് ഒരു പുസ്തകം കിട്ടാനുള്ള ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു പുസ്തകം കിട്ടണമെങ്കിൽ ഞാൻ ബാരയിൽ നിന്ന് മാങ്ങാടേക്ക് നടന്നിട്ട് മാങ്ങാട് നിന്ന് ബസ് കയറിയിട്ട് അരമണിക്കൂർ പോയി ഉദുമ പഞ്ചായത്തിൽ നിന്ന് ഒരു പുസ്തകം കിട്ടും. ഇതിനുവേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം പോകണം, ആഴ്ചയിൽ ഒരു ദിവസം കിട്ടും. അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളുടെ കാലത്തൊക്കെ പുസ്തകം കിട്ടിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ടല്ലോ, എല്ലാ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്ത് വായിക്കാം നമുക്ക്. ഡോക്ടർ വൈ വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പി വി സുകുമാരൻ അല്ലോഹലൻ എന്ന പുസ്തകം പരിചയപ്പെടുത്തി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വി വി ചന്ദ്രശേഖരൻ മാസ്റ്റർ, കെ ശ്രീകേഷ്, കെ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ KGNA 67ാം കണ്ണൂർ ജില്ലാ സമ്മേളനം എരിപുരത്തെ ലിനി പുതുശ്ശേരി നഗറിൽ നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ KGNA 67ാം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് എരിപുരത്തെ ലിനി പുതുശ്ശേരി നഗറിൽ തുടക്കമായി. KGNA ജില്ലാ പ്രസിഡന്റ് PR സീന പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന നടപടികൾ ആരംഭിച്ചു. മുൻ MLA TV രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KGNA ജില്ലാ പ്രസിഡന്റ് PR സീന അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ CP ഷിജു, K ശശീന്ദ്രൻ, അനു കവണിശ്ശേരി, സനീഷ് T തോമസ്, സരുൺ കല്ലിൽ, TV ദീപ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന യാത്രയയപ്പ് സമ്മേളനം KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ഷീന ഉദ്ഘാടനം ചെയ്തു. സംഘടനയെ വളരെ കാലം നയിച്ച ബേബി സുദേശിന് യാത്രയയപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും കല്യാശ്ശേരി ബ്രാൻഡ് വെളിച്ചെണ്ണയുടെ വിപണനവും ചെറുകുന്ന് താവം പള്ളിക്കരയിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും കല്യാശ്ശേരി ബ്രാൻഡ് വെളിച്ചെണ്ണയുടെ വിപണനോദ്ഘാടനവും M വിജിൻ MLA നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 8 കൃഷിഭവനുകളിലെയും ഫാം പ്ലാൻ കർഷകരുടെ കൂട്ടായ്മയാണ് കല്യാശ്ശേരി ബ്ലോക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി. കർഷകരുടെ തനത് കാർഷിക വിളകളുടെ ഉൽപാദന വർധനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും ആണ് സൊസൈറ്റിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ K രതി, T നിഷ, വൈസ് പ്രസിഡന്റ്മാരായ M ഗണേശൻ, PV സജീവൻ, B സുഷ, K അനിത, ഷെർലി, നയന സുനിൽ MV, സുനീഷ് K, സൊസൈറ്റി പ്രസിഡന്റ് ശ്രീധരൻ, സെക്രട്ടറി ചന്ദ്രാംഗതൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഭീമ ഗ്രാൻഡ് എക്സ്പോ സെയിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ വൈശാഖ് ഹോട്ടൽ ഇന്റർനാഷണലിൽ വെച്ച് നടന്ന ഗ്രാൻഡ് എക്സ്പോ സിനിമാ താരം സിനി എബ്രഹാം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഭീമ ഗ്രാൻഡ് എക്സ്പോ സെയിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ വൈശാഖ് ഹോട്ടൽ ഇന്റർനാഷണൽ വെച്ച് നടന്ന ഗ്രാൻഡ് എക്സ്പോ സിനിമാ താരം സിനി എബ്രഹാം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 4 മുതൽ 8 വരെ നടക്കുന്ന ഗ്രാൻഡ് എക്സ്പോ സെയിലിൽ ആഭരണ പ്രദർശനവും വിൽപ്പനയും നടക്കും. വ്യത്യസ്ത രീതിയിലുള്ള വിപുലമായ ആഭരണങ്ങളാണ് പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച തങ്കത്തിൽ തീർത്ത ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹവും പ്രദർശനത്തിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ സനോജ് കുമാർ SV, മനോജ് കുമാർ, ശ്രീജിത്ത് S, അനീഷ് കുമാർ, ബാബുരാജ്, അനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഖാദി സൗഭാഗ്യയുടെ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി മേള ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഖാദി സൗഭാഗ്യയുടെ ഖാദി ഓണം മേള സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മെമ്പർ N ഗംഗാധരൻ, പ്രൊജക്ട് ഓഫീസർ ഷിബു VM പീതാംബരൻ, PU മനോഹരൻ, EP ബാലകൃഷ്ണൻ, CK ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണം ഖാദി മേളയോടനുബന്ധിച്ച് ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെ ആഴ്ചതോറും ജില്ലാതല നറുക്കെടുപ്പും ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണുകളും നൽകും. സെപ്റ്റംബർ 14 വരെ 30% ഗവൺമെന്റ് റിബേറ്റോടുകൂടിയാണ് ഓണം ഖാദി മേള നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തി തൃക്കരിപ്പൂർ സ്റ്റേഷൻ റോഡിൽ രൂപപ്പെട്ട ചതിക്കുഴി പഞ്ചായത്ത് മരാമത്ത് വിഭാഗം അധികൃതർ ഇടപെട്ട് അടച്ചു. നെറ്റ്വർക്ക് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. റെയിൽവേ സ്റ്റേഷനിലേക്കും സെന്റ് പോൾ സ്കൂളിലേക്കും എത്തുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായ ടാറിംഗ് റോഡിലെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ടൗണിലെ വ്യാപാരികൾ മരക്കുറ്റികളും ചെടിത്തണ്ടുകളും കുത്തിനിർത്തിയത് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ടൗൺ വാർഡംഗം E ശശിധരനും മരാമത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഇവരുടെ നിർദ്ദേശത്തിലാണ് അപകട ഭീഷണി ഉയർത്തിയ കുഴി അടച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഓണം ഖാദി മേളയുടെ ഭാഗമായി മൊബൈൽ വിൽപ്പനശാല ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ഓണം ഖാദി മേളയുടെ ഭാഗമായി മൊബൈൽ വിൽപ്പനശാല ആരംഭിച്ചു. സംഘം ഹെഡ് ഓഫീസ് പരിസരത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയും ഖാദിയനുമായ പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. MK തമ്പാൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. സംഘം സെക്രട്ടറി PK സന്തോഷ് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഖാദി പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുക എന്നതാണ് സഞ്ചരിക്കുന്ന ഖാദി ഓണം വിപണന മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. KP ഷീജ, A വിനയ, VM സജിത്ത്, അജു ജോസ് എന്നിവരാണ് ഖാദി ഹോക്കിങ്ങിന് നേതൃത്വം നൽകുന്നത്. പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾക്കു പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിലെ അതിവിദഗ്ധരും ഭാവനാസമ്പന്നരുമായ നെയ്ത്തുകാർ നെയ്തെടുത്ത മസ്ലിൻ കോട്ടൺ സാരികൾ, ന്യൂ ജനറേഷൻ ഷർട്ടുകൾ, പ്രകൃതിദത്തവും ആരോഗ്യദായകവുമായ ഉന്നക്കിടക്കകൾ, തലയണകൾ എന്നിവ മേളയിൽ 30% ഗവൺമെന്റ് റിബേറ്റോടുകൂടി ലഭിക്കുന്നതാണ്. കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന പദ്ധതിയും നടപ്പാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ നീതി ഹൈപ്പർ മാർക്കറ്റ് ഏഴിലോട് സംഘം ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കേരള മാർക്കറ്റ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ സംഘം ഓഡിറ്റോറിയത്തിനു സമീപം പ്രവർത്തനം ആരംഭിച്ച പിലാത്തറ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി നീതി ഹൈപ്പർ മാർക്കറ്റ് കേരള മാർക്കറ്റ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് 2.5 ലക്ഷം കോടി രൂപയിലധികം ഇന്ത്യ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനത്തിന് നിക്ഷേപമായി ആളുകൾ നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 1,90,00,000 ലക്ഷം കോടി രൂപ വായ്പയായി സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. അമൂല് പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, ഇഫ്കോ പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, ക്രിപ്കോ പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, നാഫഡ് പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങളൊക്കെ ദേശീയ തലത്തിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി. പിലാത്തറ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ സൈബുന്നീസ MK, പിലാത്തറ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി സെക്രട്ടറി PV സുരേന്ദ്രനാഥ്, വാർഡ് മെമ്പർ U രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് K പ്രമോദ് കുമാർ, T കരുണാകരൻ മാസ്റ്റർ, PV സുമേഷ്, ജാസ്മിൻ രാജീവ്, MB ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 29 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സുബേദാർ മേജർ മഹേഷ് ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഔദ്യോഗിക ജീവിതത്തിന്റെ വിരമിക്കൽ ദിവസം മാതൃവിദ്യാലയ അങ്കണത്തിൽ എത്തി കുട്ടികളെ കാണാനും മധുരം നൽകാനും അദ്ദേഹം മറന്നില്ല. 29 വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സുബേദാർ മേജർ മഹേഷ് നാട്ടിൽ തിരിച്ചെത്തി. ആത്മസമർപ്പണത്തിന്റെയും കർമ്മനിരതയുടെയും നീണ്ട 29 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും തന്റെ ബാല്യകാല ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ അദ്ദേഹം മറന്നില്ല. ഔദ്യോഗിക ജീവിതത്തിന്റെ വിരമിക്കൽ ദിവസം തന്നെ മാതൃവിദ്യാലയത്തിലെത്തി കുട്ടികളെ കാണാനും മധുരം നൽകാനും ഏറെ സന്തോഷവാനായാണ് അദ്ദേഹം ഓടിയെത്തിയത്. എല്ലാവരും എന്റെ മാതാപിതാ ഗുരുദൈവം അതുമാതിരിയാണ് എനിക്ക് ആ ടീച്ചർ മാറും. അമ്മ അച്ഛൻ എങ്ങനെയാണോ അതുമാതിരി എനിക്ക് ടീച്ചർ.
കരിവള്ളൂർ നോർത്ത് AUP സ്കൂൾ ഹൃദ്യമായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചപ്പോൾ കുട്ടികൾക്ക് അതൊരു നവ്യാനുഭവമായി. രാജ്യസേവകരായ മറ്റനേകം പട്ടാളക്കാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പച്ചക്കറി കൃഷിയിൽ മാതൃകയായി ആലപ്പടമ്പ ക്ലസ്റ്റർ. കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവൻ പരിധിയിലെ ആലപ്പടമ്പയിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വിളവെടുത്തു തുടങ്ങി. കൃഷിഭവന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്ലസ്റ്റർ മുഖേന നാടിനാവശ്യമായ വിവിധയിനം പച്ചക്കറികളാണ് ഇവിടെ വിളയിച്ചെടുക്കുന്നത്. 25ഓളം കർഷകരുടെ നേതൃത്വത്തിൽ നാടനിനമായ ആലപ്പടമ്പ വഴുതിന, കക്കിരി എന്നിവയോടൊപ്പം താലോലി, പയർ, പടവലം, മത്തൻ, വെള്ളരി, വെണ്ട, കുമ്പളം എന്നിവയും വാണിജ്യാടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരള സംസ്ഥാന സർക്കാരും നമ്മുടെ കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവനും സംയുക്തമായി ചേർന്ന് ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പോലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി ഈ കർഷകർക്ക് നമ്മൾ 1,25,000 രൂപ ഒരു ഹെക്ടറിന് എന്നുള്ള രീതിക്ക് ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം 25ൽ കൂടുതൽ കർഷകർ ചേർന്നൊരു കൂട്ടായ്മയുണ്ട്. അവരൊരുവിധം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും, അതായത് താലോലി, വെണ്ട, വെള്ളരി, ആലപ്പടമ്പ വഴുതന പോലുള്ള എല്ലാ പച്ചക്കറി വിളകളും നമ്മുടെ ഓണം മാർക്കറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴയങ്ങാടി മുട്ടം ഹസനുൽ ബസരി മീലാദ് ക്യാമ്പയിൻ റുഹുൽ വറ 24-ന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഈ മാസം 5 മുതൽ 30 വരെ മുട്ടം ഹസനുൽ ബസരിയിൽ റുഹുൽ വറ 24 എന്ന പേരിൽ മിലാദ് ക്യാമ്പയിൻ നടത്തും. മഖാം സിയാറത്ത്, കൊടിയേറ്റം, ത്വല അൽ ബദ്രു, ജൽസത്തുൽ മഹബ, സീറാത്തുന്നബി, പ്രഭാഷണം, രീഹു സ്വഭ, ഘോഷയാത്ര, അന്നദാനം, കലാവിരുന്ന്, കലാസാഹിത്യ പരിപാടികൾ, മൈത്രി സദസ് തുടങ്ങിയ വിവിധ പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തും. 5-ന് രാവിലെ 7 മണിക്ക് നടക്കുന്ന മഖാം സിയാറത്തിന് അബൂബക്കർ സഖാഫി കുഞ്ചിലം നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് MK മുഹമ്മദ് അലി ഹാജി പതാക ഉയർത്തും. രാത്രി 8 മണിക്ക് ക്യാമ്പയിൻ ഉദ്ഘാടന സംഗമം ആരംഭിക്കും. കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഷാഫി അൽബ അലവി തങ്ങൾ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ രാത്രി 8 മണിക്ക് മൗലീദ് സദസ്സും സീറത്തുന്ന പി പ്രഭാഷണവും നടക്കും. 13, 14 തീയതികളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ മദ്രസ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ദഫ്കളി പ്രദർശനവും നടക്കും. 15-ന് രാവിലെ 7 മണിക്ക് മിലാദ് ഘോഷയാത്രയും തുടർന്ന് മൈത്രി സദസ്സും നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തും. 16-ന് രാവിലെ 4 മണി മുതൽ ഗ്രാൻഡ് മൗലീദ് സദസ്സും 5 മണിക്ക് അന്നദാനവും ആരംഭിക്കും. 17 മുതൽ 30 വരെ വീടുകളിൽ മൗലീദ് സംഗമങ്ങൾ, ജൽസത്തുൽ ഫർഹബ എന്നിവ നടക്കും. ഒക്ടോബർ 3-ന് നടക്കുന്ന വിദ ഉറബീഹ് മഹാസംഗമത്തോടുകൂടി ക്യാമ്പയിൻ സമാപിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹസനുൽ ബസരി, സെയ്ദ് ഷാഫി അൽബ അലവി, അബ്ദുൽ കരീം സഅദി, മുഹമ്മദ് അലി ഹാജി SC, MK മുഹമ്മദ് അലി ഹാജി, അബ്ദുൾ റഷീദ് സഖാഫി, K ഹനീഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെന്നൈയിൽ വെച്ച് നടന്ന ഒക്കിനാവ ജപ്പാൻ ഷോറിൻ റ്യൂ ദേശീയതല കരാട്ടെ മത്സരത്തിൽ പയ്യന്നൂർ ഡോജോയിലെ താരങ്ങൾക്ക് മിന്നും വിജയം. വിവിധ ഡോജോകളിൽ നിന്നുള്ള 29 പേർ സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി 54 മെഡലുകൾ നേടി. കോഷി തോമസ് സെബാസ്റ്റ്യൻ, റെൻഷി മാത്യു TJ, സെൻസെതായ് ശരത് KS, സെൻസായ് ശരണ്യ KS, സെൻസായ് K അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഡോജോകളിൽ നിന്നുള്ള 29 പേരാണ് സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി മെഡലുകൾ നേടിയത്. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ യദു കൃഷ്ണ, ഹരിപ്രസാദ്, നിരഞ്ജൻ രൂപേഷ് എന്നിവരാണ് ഓഗസ്റ്റ് 24, 25 തീയതികളിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം നേടിയത്. വ്യക്തിഗത കത്ത, ഗ്രൂപ്പ് കത്ത എന്നിവയിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളും 6ഓളം മെഡലുകളും നേടി. ഇതിൽ 10 മെഡലുകൾ ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൗശിക് കൃഷ്ണ, ശ്രീലക്ഷ്മി K, നിഖില ബാലകൃഷ്ണൻ, ധ്യാൻ കൃഷ്ണ, ദേവജിത് ധനേഷ് എന്നിവരും നേടി. വിജയികൾക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹോമിയോപ്പതി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ V തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹർഷ M, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MB അപ്പുകുട്ടൻ, A ഷീജ, C ബാലകൃഷ്ണൻ, ശ്യാമള, P കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു.
ഡോക്ടർ അജിത, എസ് ശ്രീകല എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട നടപടിക്ക് തുടക്കമായി. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. രാമന്തളി വടക്കുംപാട് സ്കൂട്ടർ അഗ്നിക്കിരയാക്കി അജ്ഞാതർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവച്ച് നശിപ്പിച്ചത് വടക്കുംപാട് ഷാദുലി മസ്ജിദിന് സമീപത്തെ ടാക്സി ഡ്രൈവറായ UC മുഹമ്മദ് റഫീഖിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ. പ്രമുഖ സിനിമാ സീരിയൽ നാടക നടനും സംവിധായകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായിരുന്ന പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റിലെ VP രാമചന്ദ്രൻ നിര്യാതനായി. വിട പറഞ്ഞത് 30 വർഷത്തോളം കലാലോകത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വം. കടലിൽ മത്സ്യം പിടിക്കുന്നതിനിടെ പായലിൽ കുടുങ്ങി യന്ത്രത്തകരാറ് സംഭവിച്ച് നിയന്ത്രണം വിട്ട ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി തകർന്നു. തൊഴിലാളികൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവം നീലേശ്വരം തൈക്കടപ്പുറത്ത്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.